ഈ കാണുന്ന ഈ ഒരു ഷേപ്പിലുള്ള 17 സെന്റ് പ്ലോട്ടിലേക്ക് ഒരു 4 BHK വീട് ഡിസൈൻ ചെയ്യാനുള്ള ആവശ്യമായിട്ടാണ് ക്ലൈന്റ് നമ്മൾ അപ്രോച്ച് ചെയ്തത്. ഈ ഒരു പ്രൊജക്ടിന്റെ കേസിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ പ്ലോട്ടിന്റെ ഷേപ്പ് തന്നെയാണ്. അതായത് ഫ്രണ്ട് സൈഡിലേക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഒരു പോർഷൻ വരുന്നത്, പിന്നെ നാരോ ആയിട്ടുള്ള ഒരു പോർഷനാണ്, പിന്നെ അങ്ങനെ വിശാലമായിട്ട് ലീനിയർ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. വെസ്റ്റ് ഫേസിംഗ് ആണ്, റോഡ് പോകുന്ന വെസ്റ്റ് സൈഡിലൂടെയാണ്, സൺപാത്ത് വരുന്നത് ഈസ്റ്റ് ടു വെസ്റ്റ് ഈ ഒരു രീതിയിലാണ്. സൗത്ത് വെസ്റ്റ് കോർണറിൽ നിന്ന് ധാരാളം കാറ്റ് ഈ പ്ലോട്ടിലേക്ക് ലഭിക്കും. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പ്ലാനിങ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെ സോണിങ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് സൈഡ് കംപ്ലീറ്റ്ലി ഈ ഒരു വിശാലമായിട്ടുള്ള ഭാഗം നമ്മൾക്ക് ഫ്രണ്ട് ആയിട്ട് വിട്ടുകൊണ്ട് പുറകുവശത്തേക്ക് ഈ നാരോ പോർഷനിൽ നിന്ന് പുറകുവശത്തേക്ക് നമ്മളെ വീടിനെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ തീരുമാനിക്കുകയും അത്തരത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. വീടിന്റെ ഫ്രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഒരു കാർ പോർച്ച് കൊടുത്തു. പിന്നെ നമ്മൾ കയറുന്ന സിറ്റ് ഔട്ടിലേക്കാണ്. സിറ്റ് ഔട്ടിന്റെ അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫോമൽ ലിവിംഗ് ഏരിയ, അവിടെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോർട്ട്യാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയറിന്റെ താഴെയായിട്ട് ഒരു പ്രെയർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പ്രെയർ സ്പേസ് ആണ്. പിന്നെ അവിടെ നിന്ന് ആക്സസ് ചെയ്യുന്ന രീതിയിലൊരു ബെഡ്റൂം, ഡ്രസ്സിംഗ് ഏരിയ, ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മളൊരു ബേ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഈ ബേ വിൻഡോ വഴി സൗത്ത് വെസ്റ്റ് കോർണറിൽ നിന്ന് വരുന്ന കാറ്റ് ധാരാളം ഈ ബെഡ്റൂമിലേക്ക് ലഭിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ്ങിൽ ഒരു വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് അതിന്റെ അടുത്തുള്ള പാറ്റിയോ സ്പേസ് ആണ്. അവിടെയാണ് നമ്മൾ വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത്. ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബെല്ല് ഈ ഒരു പൊസിഷനിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ നമ്മൾ നിലനിർത്തുന്നത് കൊണ്ടാണ് ഇവിടെ പാറ്റിയോ കൊടുക്കുകയും അതിനോട് ചേർന്ന് ലാൻഡ്സ്കേപ്പ് ഏരിയ കൊടുത്തുകൊണ്ട് മനോഹരമാക്കിയിട്ടുള്ള ഈ കാണുന്ന രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ 2 ബെഡ്റൂംസ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ അക്കോമഡേറ്റ് ചെയ്യുന്നു. ടോട്ടൽ 3 ബെഡ്റൂംസ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ഒരു നാരോ പാസേജ് നമ്മൾ കൊടുത്തു. അതിലേക്ക് വെളിച്ചം കിട്ടാനായിട്ട് ഓപ്പൺ ടെറസിൽ നിന്ന് നമ്മുടെ ഗ്ലാസ് ഏരിയ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് പുറകുവശത്തെ വർക്ക് ഏരിയക്ക് ആക്സസ് വരുന്നുണ്ട്. അതിൽ 2 ബെഡ്റൂംസ് കൊടുക്കുന്നുണ്ട്. ആ 2 ബെഡ്റൂംസിലേക്കും സെന്ററായിട്ട് നമ്മൾ ടോയ്ലറ്റ് കൊടുക്കുകയും ഈ ഒരു ബെഡ്റൂമിൽ ബേവിന്റെ കൊടുത്തിട്ടുണ്ട്. അതുവഴി ധാരാളം കാറ്റ് ഈ ബെഡ്റൂമിലേക്ക് ലഭിക്കുകയും ചെയ്യും. പിന്നെ ഒരു ഫാമിലി ലിവിംഗ് ഏരിയ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഷോ കിച്ചൺ കൊടുത്തിട്ടുണ്ട്. ഒരു ഓപ്പൺ ഷോ കിച്ചൺ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കോർട്ടൊക്കെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പുറകുവശത്താണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വർക്ക് ഏരിയ ആണ്. ഒരു വരാന്ത അതിനോട് ചേർന്ന് നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ വരുന്നത് 2032 സ്ക്വയർ ഫീറ്റ് ആണ്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മളൊരു ബെഡ്റൂം, അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, ഡ്രസ്സിംഗ് കൊടുത്തിട്ട് ബേബിന്റെ ഫ്രണ്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സീൻ വിലോ ഫോമൽ ലിവിംഗ് ഏരിയക്ക് വരുന്നുണ്ട്. പിന്നെ പുറകുവശത്തേക്ക് ഓപ്പൺ ടെറസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ആ ഒരു ഗ്ലാസ് ഏരിയ വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള നാരോ പാസേജ്, ബെഡ്റൂമിലേക്ക് പോകുന്ന നാരോ പാസേജിലേക്ക് വെളിച്ചം കിട്ടാനുള്ള ഗ്ലാസ് ഏരിയ നമ്മൾ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ ഫസ്റ്റ് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് 584 സ്ക്വയർ ഫീറ്റ് ആണ്. ടോട്ടൽ ഏരിയ വരുന്നത് 2618 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ ഈ ഒരു വീടിനെ പറ്റില്ല നിങ്ങൾ എപ്പോഴാണെന്നുള്ള കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.